ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളും അടിപൊളിയായിട്ട് തന്നെ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല, നിങ്ങളെ ഒന്ന് കൊതിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങളുമായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന്. ഇത് പക്ഷേങ്കിൽ ഞാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാമെന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ ചോറും കറീൻ്റെ ചെറിയൊരു പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചോറ് ഓൾറെഡി വെന്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ വൻപയറും മത്തനും കൂടിയിട്ടുള്ളൊരു കറിയാണ് ആക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൻപയർ വെന്ത്, അപ്പോൾ അതിലേക്ക് മത്തനും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ അരപ്പ് റെഡിയാക്കലാണ്. അപ്പോഴത്തേക്ക് ചോറിൻ്റെ കുക്കറിലായതുകൊണ്ട് അതിനെ വാർക്കണം, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ വറവിന് വേണ്ടിയിട്ട് ക്യാബേജാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ അമ്മ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വറക്കലാണ്, ക്യാബേജ് ആക്കലാണ്. നമ്മുടെ നാട്ടിൽ വറവ് എന്ന് പറയും, ചില സ്ഥലത്ത് തോരൻ എന്ന് പറയും, നമ്മൾ വറവെന്നാന്ന് പറയുക. അപ്പോൾ ക്യാബേജ് വറവ് എന്ന് പറയും. അപ്പോൾ അത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മത്തനും വൻപയറും വെന്ത്, അപ്പോൾ ഞാൻ അതിൻ്റെ അരപ്പ് ആദ്യം മറ്റേ വറവ് ഇടുന്നതിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെയാണ് ഇതിട്ട് കൊടുത്തത്. അപ്പോൾ ഇതാ രണ്ടും അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ വറവിനകത്ത് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് അതിനൊന്ന് സെറ്റാക്കി മാറ്റി വെച്ച്. അങ്ങനെ ഇതാ നമ്മുടെ 2 കറി റെഡിയായി. പിന്നെ അടുത്തത് ചെമ്മീൻ സമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ചെമ്മീനെ എടുത്ത് അതിനെ ഒന്ന് കഴുകി, പിന്നെ അതിന് ശേഷം അതിനെ ഒന്ന് വറുത്തെടുത്ത്, നല്ലോണം തന്നെ വറുത്തെടുത്ത്, ബാക്കിയുള്ളത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ചമ്മന്തി ആക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആക്കിയിട്ടുണ്ടായിരുന്നത് നമ്മളെ മുട്ട ഓംപ്ലേറ്റ്. അപ്പോൾ അതും ഇതാ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഇലയൊക്കെ ഒന്ന് വാട്ടി പൊതിച്ചോറ് കെട്ടേണ്ട പരിപാടിയാണ്. ഇവിടെ ഇല കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറേ അന്വേഷിച്ചിട്ടാണ് ഇല കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയൊരു വലിപ്പത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അത് കെട്ടുന്ന സമയത്ത് കുറച്ചൊരു എന്താ പറയുക, അങ്ങ് ഒതുങ്ങി നിൽക്കുന്നില്ലായിരുന്നു. പിന്നെ ഇതിനകത്ത് ഒരു സാധനത്തിൻ്റെ കുറവും കൂടി ഉണ്ടായിരുന്നു, ഒരു പൊരിച്ച മീൻ. അതില്ലാത്തത് ചെറിയൊരു ഇതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. കുറേ ആയിട്ട് വിചാരിക്കുന്ന ഒരു പൊതിച്ചോറ് കഴിക്കണം എന്ന്. അപ്പോൾ നമ്മളൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ കുഞ്ഞൊരു പൊതിച്ചോറ്. അപ്പോൾ ഇത് പക്ഷേങ്കിൽ ലേറ്റ് ആയിപ്പോയി നമ്മളെല്ലാം ആക്കി കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ അധിക സമയം ഇത് കെട്ടി വെച്ചിട്ടൊന്നുമില്ല, ഒരു അരമണിക്കൂർ മാക്സിമം. അപ്പം തന്നെ നമ്മൾ കഴിക്കാൻ നിന്നിന്, അപ്പോഴത്തേക്ക് ക്ഷമയെല്ലാം നശിച്ചു പോയിന്. പിന്നെ അങ്ങനെ നമ്മളിതാ കഴിക്കാന്ന്. ഈ ഒരു പൊതി തുറക്കുമ്പം തന്നെ ഒരു അപാര മണമായിരുന്നു. ആ ഒരു ഇലേനകത്തുള്ള ഒരു ചൂട് തട്ടിയിട്ട് ഭയങ്കര സ്മെല്ലായിരുന്നു. അപ്പം തന്നെ അങ്ങ് ഇതിപ്പോൾ കാണുമ്പോൾ ഒന്നും കൂടി കഴിക്കാമെന്നുണ്ട്. സത്യം പറഞ്ഞാൽ വീഡിയോ ഇത് എഡിറ്റ് ചെയ്യുമ്പം ഭയങ്കരമായിട്ട് കൊതിയാകുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറേ ആയിട്ട് കഴിക്കാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ അധികം കൂടുതലായിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് മാങ്ങ അച്ചാറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.